എൻ്റെ ചൈൽഡ്ഹുഡാണ് ഞാൻ ഇങ്ങനെ ആവാക. കൗൺസിലിങ്ങിന് വരുന്ന പലരും പറയുന്ന ഫസ്റ്റ് കാര്യമാണ് എൻ്റെ ചൈൽഡ്ഹുഡ് കാരണമാണ് ഞാനിങ്ങനെ ആയത്. തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനെ പാകപ്പെടുത്തിയെടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടൈം പീരീഡും ചൈൽഡ്ഹുഡ് തന്നെയാണ്. അവരുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന ഓരോ വാക്കും ഇമ്പാക്റ്റ് ചെയ്യുന്നത് വളരെ ആഴത്തിലായിരിക്കും. നമ്മളൊരു കുട്ടിയുടെ ചൈൽഡ്ഹുഡ് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ കഴിയുന്നോ അവരുടെ അഡൽട്ട്ഹുഡ് അത്ര തന്നെ ഭംഗിയുള്ളതായിരിക്കും. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കുന്നതും ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കുന്നതും അവരുടെ ചൈൽഡ്ഹുഡ് തന്നെയാണ്. എങ്കിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മോശമായി പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ ലൈഫ് ഫുള്ളായിട്ട് മോശമായി പോകണം എന്നൊരു നിർബന്ധവുമില്ല. ചൈൽഡ്ഹുഡിൽ പലർക്കും പല രീതിയിലുള്ള അബ്യൂസും പല രീതിയിലുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷെ ആ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ അഡൽട്ട്ഹുഡ് ബ്യൂട്ടിഫുൾ ആകില്ല എന്നൊന്നുമില്ല. ഏതൊരു മൊമെന്റ് തൊട്ടാണോ നമ്മൾ നമ്മുടെ ലൈഫിൽ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം തുടങ്ങുന്നത്, എവിടെ നിന്ന് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്ത പാരഗ്രാഫ് എഴുതി തുടങ്ങാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ടോ അവിടെ നിന്നിട്ട് ലൈഫിന്റെ സ്ട്രാറ്റജിയും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. നിങ്ങൾ മനസ്സിൽ വെക്കുന്ന ആ മൊമെന്റ് തൊട്ടാണ് നിങ്ങളുടെ ലൈഫിലുള്ള ഓരോ ടേണും എടുത്തു തുടങ്ങുന്നത്. സോ സംടൈംസ് ഓൾ യു ഹാവ് ടു ഡു ഇസ് ഓൺ യുവർ പാസ്റ്റ് ആൻഡ് ലീവ് യുവർ പ്രസന്റ് ജസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഇന്നലകളെ മറന്നുകൊണ്ട് ഇന്നേക്ക് വേണ്ടി ജീവിച്ച് നാളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ കാര്യം. സംടൈംസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ലെറ്റ് ഗോ ഓഫ് യുവർ പാസ്റ്റ്. Maybe a beautiful tomorrow is waiting for you. Thank you and have a nice day.